സ്നേഹവന്ദനങ്ങൾ പ്രിയോടെ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. വേൾഡ് കപ്പ് കഴിഞ്ഞു, ഫൈനൽ കഴിഞ്ഞു, റിസൾട്ട് വന്നു. ഞാനൊരു ചെറിയ അർജൻറ്റീന ഫാനായിരുന്നു കേട്ടോ. പക്ഷേ അർജൻറ്റീന ഇന്നലത്തെ ഫൈനലിന് തോറ്റു. മെസ്സി പോലും പൊട്ടിക്കരഞ്ഞില്ല, പിന്നെ നമ്മൾ പൊട്ടിക്കരയണം. എന്താണെങ്കിലും ശനിയാഴ്ചത്തെ സെമി ഫൈനൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ചെറിയ വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്തതാണ്. വീഡിയോയുടെ ഒരു കണ്ടന്റ് ഭയങ്കര ദൈവാധീനമാണ്. ഈ അർജൻറ്റീനയ്ക്ക് അർജൻറ്റീനൻ ടീമിൻ്റെ ശക്തി മെസ്സി ഉള്ളതും കൂടെ ദൈവാധീനമുള്ളതും ഇത് രണ്ടാണ് കാരണമെന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്യാനിരുന്നതാണ്. എന്താണെങ്കിലും ഫൈനൽ കഴിഞ്ഞപ്പോൾ ഇനിയും ആ ദൈവാധീനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കഥയില്ല എന്ന് മനസ്സിലായി. ഫൈനലിൻ്റെ ദിവസം രാവിലെ എൻ്റെ മോനെ എന്നോട് ചോദിച്ചു, ഇന്ന് അർജൻറ്റീന ജയിക്കുമോ? കാരണം സെമി ഫൈനലിൻ്റെ ദിവസം അവൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ജയിക്കും കേട്ടോ, കാരണം അർജൻറ്റീന ദൈവാധീനമുള്ള ടീമാണ്. അപ്പോൾ ഫൈനലിൻ്റെ ദിവസം ഞാൻ പറഞ്ഞു അവർക്കൊരു ദൈവാധീനമുണ്ട് കേട്ടോ, ജയിക്കും. ഇതൊക്കെയായിരുന്നു എൻ്റെ ചിന്ത. ഞാൻ വേൾഡ് കപ്പിൻ്റെ എല്ലാ മത്സരങ്ങളും കണ്ടില്ല, സെമി ഫൈനലും ഫൈനലും മാത്രമേ കണ്ടുള്ളൂ. എന്താണെങ്കിലും ഫൈനൽ മത്സരം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, സ്പെയിൻ തോറ്റായിരുന്നെങ്കിൽ അത് വലിയ അനീതിയായി പോകുമായിരുന്നു. ദൈവം ഒരിക്കലും അനീതിക്ക് കൂട്ടു നിൽക്കുന്നവനല്ലല്ലോ. എന്താണെങ്കിലും സ്പെയിൻ ജയിച്ചു, അർഹിക്കപ്പെട്ട വിജയം. അർജൻറ്റീനയുടെ കളി സത്യം പറഞ്ഞാൽ ഈ വേൾഡ് കപ്പിലെ ഏറ്റവും ബോറൻ കളിയെന്ന് വേണമെങ്കിൽ പറയാം. കളിയുടെ അവസാന നിമിഷം അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് എങ്ങനെങ്കിലും പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് മത്സരം കൊണ്ടുപോവുക. അവരെ ഇടയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷനിൽ ഇറക്കിയ കളിക്കാരൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കുക, എല്ലാം ഡിഫൻഡേഴ്സ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ സ്പെയിൻ കയറി ഗോളടിക്കാതെ എക്സ്ട്രാ ടൈമും കഴിഞ്ഞ് പെനാൽറ്റി ഷൂട്ടൗട്ടിന് പോയാൽ എങ്ങനെയെങ്കിലും ഭാഗ്യം പരീക്ഷിച്ച് വേൾഡ് കപ്പ് അടിക്കാം എന്നായിരുന്നു അർജൻറ്റീനയുടെ ചിന്ത. നമ്മളൊക്കെ പ്രതീക്ഷിച്ച ഒരു അർജൻറ്റീനിയൻ ടീം അല്ല അത് കേട്ടോ, അങ്ങനെ അല്ലായിരുന്നു അവർ പണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഈ കളിയിൽ എന്ത് പറ്റിയെന്നറിയില്ല, അർജൻറ്റീന ഏറ്റവും ഉഴപ്പി കളിച്ച കളി. സ്പെയിനിൻ്റെ ഗോളിക്ക് വലിയ ചലഞ്ചൊന്നും കൊടുക്കാൻ ഈ അർജൻറ്റീനൻ കളിക്കാർക്ക് പറ്റിയില്ല. ഒന്നോ രണ്ടോ പ്രാവശ്യം നല്ല ഷോട്ടെന്ന് പറയാൻ ഒന്നോ രണ്ടോ ഷോട്ട് മാത്രം. പക്ഷേ അർജൻറ്റീനയുടെ ഗോൾ മുഖത്ത് അങ്ങനെയല്ലായിരുന്നു. ഇഷ്ടം പോലെ കോർണറുകൾ സ്പെയിനിന് കിട്ടി, നല്ല നല്ല ഷോട്ടുകൾ. സത്യം പറഞ്ഞാൽ അർജൻറ്റീനിയൻ ഗോളിയുടെ മിടുക്ക് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു 4-5 ഗോളിന് ആദ്യത്തെ 90 മിനിറ്റിൽ തന്നെ അർജൻറ്റീന തോക്കാൻ, സ്പെയിൻ ജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അപ്പം കാര്യം എൻ്റെ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. ദൈവാധീനം എന്ന് പറയുന്ന സംഗതി അധ്വാനിക്കുന്നവൻ്റെ കൂടെ നിൽക്കുന്നതാണ് എന്നൊരു പാഠമാണ് ഞാൻ ഈ ഒരു കളിയുടെ കാഴ്ചയിൽ നിന്ന് പഠിച്ചത്. അത് പ്രേക്ഷകരോട് പറഞ്ഞു തരികയാണ്. കുരിശു വരച്ചത് കൊണ്ടോ അല്ലായെങ്കിൽ യേശുവിൻ്റെ ടാറ്റു മെസ്സി തോളത്തിട്ടത് കൊണ്ടോ ഒന്നും ദൈവാധീനം ലഭിക്കുകയില്ല എന്ന് നമുക്കൊക്കെ ബോധ്യമാക്കി തരുന്ന ഒരു മത്സരം. അധ്വാനിക്കുന്നവൻ്റെ കൂടെ ദൈവം നിൽക്കുമെന്ന് നമ്മൾ ഇടയ്ക്കൊക്കെ പറഞ്ഞു കേൾക്കാറില്ലേ. ഇടയ്ക്കൊരു കാര്യം കൂടെ പറയണം. ഈ കഴിഞ്ഞ കളികളിലൊക്കെ തോക്കേണ്ട കളി ഗോൾ വഴങ്ങി കഷ്ടപ്പെട്ട് അവസാന നിമിഷങ്ങളിൽ അടിച്ചു കയറി അർജൻറ്റീന ജയിക്കുമ്പോൾ നമ്മുടെ മലയാളികളുടെ ഇടയിൽ പ്രചരിച്ച ഒരു വീഡിയോ ഉണ്ട്. അതായത് ഈ അർജൻറ്റീനിയൻ കളിക്കാരെ എന്തോ ഒരു ബോട്ടിൽ നിന്ന് എണ്ണയാണോ വെള്ളമാണോ കയ്യിലും ദേഹത്തുമൊക്കെ പൂശുന്നു. അതിന് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ അർജൻറ്റീനക്കാർ മന്ത്രവാദം ചെയ്യുന്നവരാണ് കേട്ടോ, മന്ത്രവാദം കൊണ്ടാണ് അവർ ജയിക്കുന്നത്. ഇനി മന്ത്രവാദം കൊണ്ടാണെങ്കിലും കുരിശു വരയ്ക്കുന്നത് കൊണ്ടാണെങ്കിലും ഈ പ്രാവശ്യം ഫൈനലിൽ സ്പെയിനുകാരുടെ ഇടയിൽ ഈ അർജൻറ്റീനൻ പണിയൊന്നും നടന്നില്ല. പിന്നെ ചിലർ പറയുന്നു ഈ അർജൻറ്റീന ഈജിപ്റ്റ് മത്സരത്തിൽ ഉണ്ടായ സംഭവങ്ങൾ നമുക്കറിയാമല്ലോ. അതിനുശേഷം ഈ ഈജിപ്തിൻ്റെ തോൽവിയിൽ സങ്കടപ്പെടുന്ന ആളുകൾ ഉണ്ടാക്കിയിറക്കിയ AI വീഡിയോ ആണ് ഈ പറഞ്ഞ അർജൻറ്റീനക്കാർ മന്ത്രവാദം ചെയ്യുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന ആ വീഡിയോ എന്നും
ഒരു വലിയ സംസാരമുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ഇനിയും പറയാൻ പോകുന്ന കാര്യമാണ് ബഹുരസം. കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത ലോകകപ്പ് വീഡിയോയുടെ താഴെ വന്ന ഒരു കമൻ്റാണ് കേട്ടോ. കമൻ്റ് വന്നത് വേൾഡ് കപ്പ് ഫൈനലൊക്കെ കഴിഞ്ഞിട്ടാണ്. കമൻ്റ് ഇങ്ങനെയാണ്: അർജന്റീന വേൾഡ് കപ്പ് തോക്കാൻ കാരണം മെസ്സി കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലൊരു അമ്പലത്തിൽ പോയി മെസ്സി. അതായത് അമ്പലം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ അംബാനി മകൻ ഇവിടെ ഗുജറാത്തിൽ ജാംനഗറിൽ ഒരു വൈൽഡ് ലൈഫ് കൺസർവേഷൻ സെൻ്ററൊക്കെ നടത്തുന്നുണ്ട്. ആ സ്ഥലത്ത് നമ്മുടെ മെസ്സി പോയി അവിടുത്തെ ഒരു അമ്പലത്തിൽ, അവരുടെ സ്വകാര്യ അമ്പലമാണെന്ന് എനിക്ക് തോന്നുന്നത്, അതായത് ഈ അംബാനി ഗ്രൂപ്പിൻ്റെ, മെസ്സി അവിടെ അമ്പലത്തിൽ തൊഴുകയോ പ്രാർത്ഥിക്കുകയോ ചൊല്ലുകയോ ഏതാണ്ടൊക്കെ ചെയ്തു. അന്ന് നമ്മളൊരു പാഠഭേദം ചെയ്തതാണ്. മെസ്സി അമ്പലത്തിൽ പോയ കഥ പറഞ്ഞുകൊണ്ട് നമ്മളൊരു പാഠഭേദം ചെയ്തതാണ്. ഈ മെസ്സിയെ പോലെയുള്ള ആളുകൾ അവർ പ്രസിദ്ധരായി കഴിയുമ്പോൾ അവർ എല്ലായിടത്തും വണങ്ങാൻ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു പാഠഭേദം ചെയ്തതാണ്. പക്ഷേ ഇപ്പം ആളുകൾ അത് ഓർത്തെടുത്തിട്ട് പറയുകയാണ് അന്ന് പുള്ളി അവിടെ പോയത് കൊണ്ടാണ് ഇപ്പോൾ ലോകകപ്പിൽ തോറ്റതെന്ന് പറയുകയാണ്. ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, ഈ ലോകകപ്പ് ഫുട്ബോളിൻ്റെ കഥകളൊക്കെ ഞാനിങ്ങനെ വാതോരാതെ പറയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്, പാസ്റ്റർക്ക് ഈ ഫുട്ബോൾ കളിയോടൊക്കെ എന്താ ഇത്ര താല്പര്യം? ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കാൻ പാടുണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വീഡിയോയുടെ താഴെ വന്ന മറ്റൊരു കമൻറ്റ് അങ്ങനെയാണ്. അതായത് ഫുട്ബോൾ കളിക്കുന്നതും ക്രിക്കറ്റ് കളിക്കുന്നതും ഒക്കെ പാപമാണെന്ന് പറയുന്ന ഒരു കമൻറ്റ്. ഞാൻ ഫുട്ബോളൊക്കെ കളിക്കുന്ന ഒരു പാസ്റ്ററാണ്. അത്യാവശ്യം ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ ഞങ്ങളുടെ കുട്ടികളെ ഇവിടെ ഏതെങ്കിലുമൊക്കെ ടർഫ് വാടകയ്ക്ക് എടുത്ത് കളിക്കാൻ പോകുമ്പോൾ ഞാനും അവരുടെ കൂടെ കളിക്കാൻ പോകും. ഇന്നലത്തെ ഫൈനലിന് അവരെല്ലാം കൂടെ ഒന്നിച്ചാണ് കളി കണ്ടത്. ഞങ്ങളുടെ യൂത്ത് ടീം എല്ലാം കൂടെ ഒന്നിച്ച് കിടന്ന കളി കണ്ടത്. എന്നെയും വിളിച്ചു, വരുന്നോ എന്ന് ചോദിച്ചു. പക്ഷേ ഇന്നലെ വീട്ടിൽ തന്നെ ഞാൻ കളി കാണുകയായിരുന്നു. അവരുടെ കൂടെ കളി കാണാൻ പോയില്ല. പക്ഷെ അവർ കളിക്കാൻ പോകുമ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ അവരുടെ കൂടെ കളിക്കാൻ പോകാറുണ്ട്. അങ്ങനെ ഈ ക്രിക്കറ്റ് കളിച്ചാലോ ഫുട്ബോൾ കളിച്ചാലോ അത് പാപമാണെന്നൊന്നും ചിന്തിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ. ഞങ്ങളുടെ കുട്ടികൾ കളിക്കുമ്പോൾ കൂടെ പോയി നിൽക്കുകയും 1-2 പ്രാവശ്യം പന്ത് തട്ടുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള പാസ്റ്ററാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ചെറുപ്പക്കാരൊക്കെ ഞങ്ങളോട് അടുത്ത് നിൽക്കുന്നു എന്നൊരു യാഥാർത്ഥ്യവും ഒരു പാഠവും കൂടെ ആസാദിയുടെ പ്രേക്ഷകർക്കായിട്ട് പറഞ്ഞു തരികയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് അർജന്റീന തോറ്റതിനെ കുറിച്ചാണ്. അവരുടെ മന്ത്രവും തന്ത്രവും ഒന്നും ഏറ്റില്ല. ഇവിടെ പഠിക്കേണ്ട കുറേ പാഠങ്ങളുണ്ട്. ഒരു പാഠം ഞാൻ പറഞ്ഞു തന്നു, കഠിനാധ്വാനത്തെക്കുറിച്ച് പറഞ്ഞു. അതിനെക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കണം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഫാസ്റ്റിംഗ് പ്രയറിന് ഞാൻ വചനം കൊടുക്കുമ്പോൾ ഈ കാര്യം പറഞ്ഞിരുന്നു. അതായത് ശമരിയാക്കാരത്തി സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ നീ ദൈവത്തിൻ്റെ ദാനത്തെക്കുറിച്ചും നിന്നോട് സംസാരിക്കുന്നവൻ ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് യേശു പറയുന്നുണ്ട്. ആ വാക്യം നമ്മൾ മലയാളികൾ തെറ്റിച്ചാണ് പറഞ്ഞു കേട്ടോ. നീ ദൈവത്തിൻ്റെ ദാനവും എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നവരുണ്ട്. അതായത് ശമരിയാക്കാരത്തി സ്ത്രീയെ നീ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയല്ല വചനം. നീ ദൈവത്തിൻ്റെ ദാനത്തെക്കുറിച്ച്, അതായത് ഇഫ് യു നോ അബൌട്ട് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ദാനത്തെക്കുറിച്ച് നിനക്കറിയാമെങ്കിൽ, നിന്നോട് സംസാരിക്കുന്നവൻ ആരെന്നറിയാമെങ്കിൽ നീ അവനോട് ചോദിക്കുമായിരുന്നു. അതായത് നിന്നോട് സംസാരിക്കുന്നവൻ സൃഷ്ടികർത്താവാകുന്ന സർവശക്തനായവനാണ്, ജീവജലത്തിൻ്റെ ദാതാവാണെന്ന് നിനക്കറിയാമെങ്കിൽ നീ കേവലം കുടിച്ചാൽ ദാഹം പറ്റാത്ത വെള്ളം അവനോട് ചോദിക്കത്തില്ല. അവനോട് നീ ഒരിക്കലും ദാഹിക്കാത്ത, ആർക്കും തരാൻ പറ്റാത്ത ജീവജലം മാത്രമേ ചോദിക്കുകയുള്ളൂ എന്നാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ ആ വചനം പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ദൈവത്തോട് പോയി പറയാൻ മെനക്കെടരുത്. നിങ്ങൾക്ക് പഠിക്കാൻ നല്ല ബുദ്ധി തന്നിട്ടുണ്ട്. കുട്ടികൾക്ക് സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാൻ നല്ല ബുദ്ധി തന്നിട്ടുണ്ട്. പഠിക്കേണ്ട സമയത്ത് ഉഴപ്പിയടിച്ച് നടന്നിട്ട് പരീക്ഷയുടെ തലേദിവസം പറയുക, കർത്താവേ നാളെ എന്നെ ഒന്ന് സഹായിക്കണം പരീക്ഷ ഹോളിൽ. അല്ലെങ്കിൽ എക്സാം എഴുതിയിട്ട് പറയുക, മാർക്ക് നോക്കുന്നവരുടെ മേൽ നിന്റെ ദൃഷ്ടി വെച്ചിട്ട് എനിക്ക് മാർക്ക് തരണം. അങ്ങനെയൊന്നും കൂട്ടി നിൽക്കുന്നവനല്ല ദൈവമെന്ന് കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങളുടെ ഫാസ്റ്റിംഗ് പ്രയറിന് ഞാൻ പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു, കുട്ടികളെ നിങ്ങൾക്ക് ദൈവം നല്ല ബുദ്ധി തന്നിട്ടുണ്ട്, നല്ല ടാലൻറ്റ് തന്നിട്ടുണ്ട്, നന്നായിട്ട് നിങ്ങൾ പഠിക്കണം. നന്നായിട്ട് അധ്വാനിച്ചു കഴിഞ്ഞിട്ട് കർത്താവേ അധ്വാനിച്ചു കേട്ടോ, ഈ അധ്വാനിച്ചാലും നീ അനുഗ്രഹിച്ചാലേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളുടെ മേൽ കനിയും. ദൈവത്തിൻ്റെ ഒരു ദയ, ദൈവാധീനം നിങ്ങളുടെ മേലുണ്ടാകും എന്ന് ഞാൻ കുട്ടികളോട് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അർജന്റീനക്കാരുടെ ഒരു ചിന്ത അങ്ങനെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതല്ലേ പെനാൽറ്റി വരെ കളി ഉരുട്ടി തള്ളി കൊണ്ടുപോകാൻ അവർ
ശ്രമിച്ചത് എങ്ങനെയെങ്കിലും ഭാഗ്യം കൊണ്ട് ജയിക്കുക, നമ്മുടെ ഭാഷയിൽ ദൈവാധീനം കൊണ്ട് ജയിക്കുക. പക്ഷേ ദൈവം അധ്വാനിച്ച സ്പെയിൻകാരുടെ കൂടെ ആയിരുന്നോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്താണെങ്കിലും സ്പെയിൻ സൂപ്പർ കളിയാണ് കളിച്ചത്. നല്ല ആക്രമണ ഫുട്ബോൾ. ഒട്ടുമുക്കാൽ സമയങ്ങളിലും ഈ ബോളിൻ്റെ പൊസഷൻ സ്പെയിൻകാരുടെ കയ്യിൽ തന്നെയായിരുന്നു. ശരിക്കും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അർജന്റീനൻ ഗോളിയെ നന്നായിട്ട് സ്പെയിൻകാർ പരീക്ഷിച്ചു. രണ്ടാമത് പഠിക്കേണ്ട ഒരു പാഠം നമ്മുടെ ലിയോണൽ മെസ്സിയെക്കുറിച്ച് കേട്ടോ. ഫുട്ബോളിൻ്റെ ദൈവം എന്നൊക്കെ ഈ അടുത്ത സമയങ്ങളിൽ അദ്ദേഹം അറിയപ്പെട്ടത്. ഒരുവിധപ്പെട്ട എല്ലാ റെക്കോർഡും അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്ന സ്ഥിതിയിലാണ് എത്തിയത്. ഈ ലോകത്തിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഫുട്ബോളർ ഓഫ് ഓൾ ടൈം, എല്ലാ കാലഘട്ടത്തിലെയും ഏറ്റവും വലിയ ഫുട്ബോളർ, GOAT, ഗോട്ട്, അതായത് ആടെന്നൊക്കെയാണ് അദ്ദേഹത്തെ ഈ കാലത്ത് ആളുകൾ വിളിക്കാൻ ഇഷ്ടപ്പെട്ടത്. ഗോട്ട് ആണെങ്കിലും ഗോഡാണെങ്കിലും അങ്ങനെയൊക്കെ വിളിച്ച മെസ്സി, നിങ്ങൾക്കറിയാമോ, അവസാന 2 ദിവസം കൊണ്ട് റെക്കോർഡുകളെല്ലാം തൻ്റെ കയ്യിൽ നിന്ന് ഒന്നൊന്നായി മാറിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് എംബാപ്പെ ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരത്തിൽ 2 ഗോളുകൾ അടിച്ചു കഴിഞ്ഞപ്പോൾ ഗോൾഡൻ ബൂട്ട് മെസ്സിക്ക് കിട്ടേണ്ടത് എംബാപ്പയ്ക്ക് പോയി. ഫൈനലിൽ 2 ഗോൾ അടിച്ചെങ്കിലേ മെസ്സിക്ക് ഇനി ഗോൾഡൻ ബൂട്ട് കിട്ടുകയുള്ളൂ എന്ന പരുവത്തിലായി. പിന്നെ സ്പെയിൻകാർ ജയിച്ചു കഴിഞ്ഞപ്പോൾ പല റെക്കോർഡും സ്പെയിൻകാരുടെ കൂട്ടത്തിൽ അങ്ങ് പോയി. ഇതെന്താ നമുക്ക് തരുന്ന പാഠം എന്നറിയാമോ? ആരും അങ്ങനെ ദൈവമായി ചമഞ്ഞ് ജീവിക്കാനൊന്നും കഴിയില്ല. അവരൊക്കെ ലിമിറ്റേഷനുള്ള മനുഷ്യരാണ്. മെസ്സി ഒരു പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാകാം. ഈ വേൾഡ് കപ്പിന്റെ ആരംഭം മുതൽ പത്രക്കാർ അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ടിരുന്നു, അതായത് ഈ മത്സരത്തിന്റെ റിസൾട്ട്, ഈ മത്സരം വിജയിക്കുമോ, നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ മെസ്സിക്ക് പറയാനുണ്ടായിരുന്നത്, എനിക്ക് കിട്ടിയതൊക്കെ ദൈവാനുഗ്രഹമാണ്, ഞാൻ തൃപ്തനാണ്, ഇനി ഒരു ജയമൊന്നും ഞാൻ അങ്ങനെ ദൈവത്തോട് ചോദിച്ചിട്ടില്ല, റിസൾട്ട് എന്താണെങ്കിലും ഞാൻ ഹാപ്പിയാണെന്നാണ് മെസ്സി പറഞ്ഞത്. മെസ്സിക്കറിയാം മെസ്സി ദൈവമൊന്നുമല്ല എന്നുള്ളത് മെസ്സിക്ക് അറിയാം. പക്ഷെ നമ്മുടെ നാട്ടുകാർക്കറിയത്തില്ലല്ലോ. നാട്ടുകാരെല്ലാം കൂടി ഇദ്ദേഹത്തെ പിടിച്ച് ഗോഡും ഒക്കെ ആക്കാൻ ശ്രമിക്കുമ്പോൾ ചരിത്രം എഴുതി വെക്കും, ആരും സർവശക്തന്മാരല്ല, ആരും അജയരല്ല എന്ന് ചരിത്രം എഴുതി വെക്കും. ഈ വേൾഡ് കപ്പിൻ്റെ ഒരു പ്രത്യേകതയും അതാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയും തലകുനിച്ച് മടങ്ങുമ്പോൾ അതേ വഴിയിൽ തലകുനിച്ചുകൊണ്ട് മെസ്സിയും മടങ്ങുകയാണ്. ഇവരൊന്നും ദൈവമല്ല എന്ന ഒരു പാഠം ദൈവമെന്ന് ഇവരെ വിളിക്കുന്ന നമ്മളെപ്പോലുള്ള മണ്ടന്മാർക്ക് വേണ്ടി അവശേഷിപ്പിച്ചുകൊണ്ട്, നമ്മളെപ്പോലെന്ന് പറയുമ്പോൾ ഫുട്ബോൾ ഭ്രാന്തന്മാരെന്നാണ് ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ. ഞാൻ ഫുട്ബോൾ ഭ്രാന്തനൊന്നുമല്ല, അല്പം കളിയെ കാണാനും അവലോകനം ചെയ്യാനും താല്പര്യമുണ്ടെന്ന് മാത്രം. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട്, ഒരു നല്ല പാഠം പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാൽകഷ്ണം പോലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ മെസ്സേജിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് കൂട്ടത്തിലിടാൻ ആഗ്രഹിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ. Ask something which the world cannot give. ലോകത്തിന് തരാൻ പറ്റാത്ത നിങ്ങൾ ദൈവത്തോട് दुनिया में ചോദിക്കുക. सॉल्यूशन है वैसे चीजों को मत मांगो. ലോകത്തിന് പരിഹാരമുള്ള കാര്യങ്ങൾ ദൈവത്തോട് നിങ്ങൾ ചോദിക്കണ്ട. Hallelujah. Something which world cannot give. ഈ ലോകത്തിന് തരാൻ പറ്റാത്ത ചില आप अच्छा से കാര്യങ്ങൾ पढ़ाई करो ना, നിങ്ങൾ നന്നായി പഠിക്കുക. अच्छा रिजल्ट मिलेगा, नहीं मिलेगा നല്ല റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും. तो उसके लिए 7 दिन के उपवास में बैठना है. അതിനുവേണ്ടി എന്താണ് That you can do. God had given you talent, God had given you brain, use it. ദൈവം നിങ്ങൾക്ക് ടാലന്റും ബ്രെയിനും തന്നിട്ട് നിങ്ങൾ അതിനെ യൂസ് ചെയ്ത് പഠിക്കുക. But when you have a chance to ask something from God, എന്നാൽ നിങ്ങൾക്ക് ദൈവത്തോട് ചോദിക്കാൻ ചില ചാൻസ് കിട്ടുമ്പോൾ ask something which is supernatural. സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളെ, കൃപകളെ കർത്താവിനോട് ചോദിക്കുക. Hallelujah. ആമേൻ.